പലരും പലപ്പോഴായി ചോദിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങൾ അച്ഛനാവാൻ വേണ്ടി പോയത്? അതെ, ഒന്ന് ചിന്തിച്ചാൽ ഇതിനും വലിയൊരു മണ്ടത്തരമുണ്ടോ? നമ്മുടെ ആയുസ്സും നമ്മുടെ ചെറുപ്പവും നമ്മുടെ യുവത്വവും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഭ്രാന്താണോ നമുക്ക്? അങ്ങനെ ചോദിക്കുന്നവരോടൊക്കെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരനുഭവമാണ്, എന്നും ഉണ്ടാവുന്ന ഒരനുഭവം. അത് ഓരോ പുരോഹിതൻ്റെയും ഓരോ സന്യാസിയുടെയും ജീവിതത്തിലുണ്ടാകുന്നൊരു അനുഭവമാണ്. അതാണ് അവരിങ്ങനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നതും. ദേവാലയത്തിൽ ലൈറ്റുകളൊന്നും ഇല്ലാതെ രാത്രി ഒറ്റയ്ക്ക് ആ കുരിശിൻ്റെ ചുവട്ടിൽ പോയിരിക്കുമ്പം, ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ പോയിരിക്കുമ്പം, അല്ലെങ്കിൽ സക്രാരിക്ക് മുന്നിൽ പോയിരിക്കുമ്പം, ഓരോ വൈദികൻ്റെയും ഓരോ സന്യാസിയുടെയും സന്യാസിനിയുടെയും ഉള്ളിൽ നിറയുന്നൊരു ബോധ്യമുണ്ട്. അതെ, ഈ മനുഷ്യന് ഞങ്ങളെ മനസ്സിലാവുന്നുണ്ട്, ഈ മനുഷ്യന് ഞങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ലോകത്തിലെ ഒരു മനുഷ്യർക്കും നമ്മളെ യേശുവിനോളം മനസ്സിലാക്കാൻ പറ്റില്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് ഈ ജീവിതത്തിലേക്ക് എന്നെ ഇങ്ങനെ എന്നും ആകർഷിക്കുകയും എന്നെ ജീവിതത്തിൽ പിടിച്ചു നിർത്തുകയും ചെയ്യുന്ന ഒരു ഘടകം. സങ്കടത്തോടെയും ചിലപ്പോൾ സന്തോഷത്തോടെയും ചിലപ്പോൾ നിരാശയോടെയും ചിലപ്പോൾ ദേഷ്യത്തോടു കൂടിയൊക്കെയാണ് ഈശോയുടെ മുന്നിൽ പല ദിവസങ്ങളിൽ എത്താറ്. പക്ഷേ ഈശോയുടെ മുന്നിൽ കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ബോധ്യം നിറഞ്ഞു കവിയുകയാണ്, ഈ മനുഷ്യൻ എന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ അവിടെ വാക്കുകളുടെ ആവശ്യമില്ല, ഈശോയോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നമ്മളറിയാതെ കരഞ്ഞു തുടങ്ങുകയാണ്. അതെ, യേശുവിനോളം എന്നെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനെയും ഈ ഭൂമിയിൽ ഞാൻ ഇന്നുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ജീവിതം എനിക്ക് ഏറെ ആസ്വാദികരവും ഏറെ ഇഷ്ടപ്പെട്ടതുമായിരിക്കുന്നത്. അച്ഛനാവാൻ പോയത് അതുകൊണ്ട് തന്നെയാണ്. അപ്പം പ്രിയപ്പെട്ട യുവജനങ്ങളോട് എനിക്ക് പറയാൻ ഉള്ളത് ഇത് തന്നെയാണ്. ഈശോയോളം നിങ്ങളെ മനസ്സിലാക്കുന്ന ആരുമില്ല. നിങ്ങൾ എന്തിൻ്റെയൊക്കെ പിന്നാലെ പാഞ്ഞാലും ആരുടെയൊക്കെ